എന്താടാ പേടിപ്പിച്ചാണല്ലോ അതന്നെ ഞാൻ പറഞ്ഞത്. നിന്നെ പിടിച്ച നീ എന്നെ കൂടെ പേടിപ്പിച്ചോളല്ലോ. മനുഷ്യ യക്ഷയെ കുറിച്ച് ആലോചിച്ച് ബാക്കി കൂടെ ഒന്ന് പിടിക്കുന്നത്. നീ ഒറ്റയ്ക്കിരുന്ന് വരുന്നാൻ പണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അതുകൊണ്ടൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. എന്തിവിടെ വന്നിരിക്കുന്നത്? ഞാൻ മറ്റേ ക്രിസ്ത്യനയുടെ കാര്യം ആലോചിച്ചിരിക്കുന്നത്. ആ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അവള് ഓഫീസിൽ വരുന്നവരെ തീരുമാനിച്ചേടാ. തീരുമാനിച്ചു. ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ലേ. അവന്മാർക്ക് ഭ്രാന്തൊന്നുമില്ല, ചുമ്മാ പറയാം. അപ്പം ആ കാര്യത്തിലൊരു തീരുമാനമായി. നിനക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ അല്ല, നിന്റെ മോൻ താണ്ടാ അറിയാം നിനക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിന്? പപ്പ അവള് ഒരു വല്ലാത്ത ദാനമാണ് അവള്. നീ അവൾക്ക് പ്രത്യേകിച്ച് വല്ല ഓഫർ വല്ലതും കൊടുത്തിട്ടുണ്ടോടെ? ഞാൻ എന്തോന്ന് ഓഫർ കൊടുക്കും? ഞാൻ എന്തോ അപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, നീ വല്ല ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതാ. പപ്പ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് മെസ്സേജ് വോയിസ് മെസ്സേജ് ഞാൻ അവൾക്ക് അയച്ചിട്ടില്ല. അല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയണമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. പപ്പ ഇവള് വരണ സമയത്ത് ഞാനും ജെസ്സിയും തമ്മിൽ മിണ്ടൂലായിരുന്നു. ഞാൻ എങ്ങനെ അവളെ കണക്ട് ചെയ്യാൻ നോക്കൂ, ഇവളെ കണക്ട് ചെയ്യാൻ നോക്കൂ? അല്ല, നിന്റെ കാര്യത്തിലായോണ്ടേ നീ വഴിയരികിൽ കരിക്കും കുടിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. താഴത്തെ കുട്ടനായിട്ട് ഞാൻ ഇന്ന് കരിക്കുടിക്കും. എനിക്ക് അവനോട് വല്ല കണക്ഷനുണ്ടോ? അല്ല, ഓഫീസിൽ നിന്ന് അവൾ 2-3 പ്രാവശ്യം നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. നീ സുഖമില്ലാതെ നടന്നപ്പോൾ വേറെ ആരും വന്നില്ല, ഇവള് മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ട് ചോദിച്ചു. അതാണ് ഞാൻ അവൾ അത്ര ഓവർ സ്മാർട്ടാണ്. അവൾ അങ്ങനെ വരും, ബാക്കിയുള്ളവർ വരാൻ പറ്റാത്ത രീതിയിൽ. ആണല്ലേ? പപ്പയെ കാണാൻ ഇവിടെ എത്ര പേര് പറഞ്ഞു. അലക്സ് അങ്കിൾ പറഞ്ഞു, മറ്റേ മൃണാളിനുള്ള ആൻറ്റി പറഞ്ഞു. അവരാരെയും വേറെ കണക്ഷൻ കൊണ്ടാവും. എടാ, അതുപോലല്ലോ ഇത്. അതുപോലെയല്ലേ ഇത്. നീയേ ഈ കള്ളു കുടിച്ച് ഓഫായിരുന്ന സമയത്ത് അതിന്റെ ലഹരിയിൽ എന്തെങ്കിലും പപ്പയെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയല്ലേ. അല്ല എടാ, ഞാൻ ചോദിക്കണം എന്തെന്നാ, നാളെ ഇവള് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നീ അങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? പെണ്ണുങ്ങളില്ലേടാ, ഇപ്പോഴത്തെ കാലമാണ്, നമുക്കൊന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പപ്പ എന്നെ വിശ്വസിക്കണം. ഞാൻ സത്യമായിട്ട് അവൾ ഒന്നിനും പോയിട്ടില്ല. ജെസ്സി പിണങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് അവളെ കാണിക്കാൻ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പപ്പ ഒന്ന് വിശ്വസിക്കേ. എടാ, പിന്നെ നീ എന്തിനാ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത്? അത് പിന്നെ ഇവൾ ഇത് മുമ്പ് പോണതിന് മുമ്പ് എന്നെ ഈ ജെസ്സി കണ്ടില്ലേ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്? നിങ്ങൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തല്ല. ജെസ്സിയുടെ കാര്യം ഇവിടെ, അത് ഞാൻ ഡീൽ ചെയ്തോളാം. തന്നെ പപ്പയൊക്കെ അവള് എന്ന് പറയുമ്പോൾ അവളെ സൈഡ് നീക്കോളൂ. എടാ മോനെ, എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. മനസ്സിലായില്ലേ? നീ ടെൻഷനൊന്നും ആവണ്ട. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സെബാസ്റ്റ്യൻ നോക്കിക്കോളാം കേട്ടാ. നീ ധൈര്യമായിട്ടിരി, ഒരു പ്രശ്നമില്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. പപ്പ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കൊള്ളാം. പക്ഷേ ആരും എന്നോട് നിൽക്കാറില്ല. എടാ, ഞാൻ നിൽക്കാന്ന് പറഞ്ഞില്ലടാ മോനെ. അത്രേ മതി. നിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഒപ്പം നിന്നിട്ടില്ലേ? നിന്നിട്ടുണ്ട്. ആ പിന്നെന്ത്? നീ അതൊക്കെ വിട്ടിട്ട് പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. ഉറക്കം വന്നില്ല. അല്ല മരുന്നെല്ലാം ഉണ്ടെങ്കിൽ അത് ജെസ്സി ചോദിച്ചു, എല്ലാ ഗുളിക എന്തെങ്കിലും കാണും. പപ്പ ഉറങ്ങാൻ മരുന്നെല്ലാം ഉണ്ടെങ്കിൽ മറ്റേ മരുന്ന് തൽക്കാലം കുറച്ച് തരാം. ഒരടപ്പിലൊഴിച്ച് കുറച്ച് തരാം കേട്ടോ. എന്തെങ്കിലും. പക്ഷേ ഇതൊരു ശീലമാക്കണ്ട. ക്രിസ്റ്റീനെ ഓഫീസിൽ സ്ഥിരം വരുന്നതല്ലേ, അപ്പൊ ഇനിയിപ്പോൾ അതിന്റെ ടെൻഷനിൽ ഡെയിലി ഒന്ന് ചോദിക്കണ്ടെന്ന് പറഞ്ഞതാ. ഡെയിലി ചോദിക്കണ്ട, ഇപ്പം തരാൻ പറ്റുമോ? എത്തിരി തരാം. അതാ പറഞ്ഞത്, ഒരടപ്പിൽ കുറച്ച് ഒഴിച്ച് തരാമെന്ന്.